പ്രേക്ഷകർക്കും മാസ്റ്റർ ഓഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, അവർ നിങ്ങളോട് ഈ രഹസ്യം പറയാൻ ആഗ്രഹിക്കുന്നു. അവർക്ക് നിങ്ങളിൽ നിന്ന് മറച്ച് വെക്കുന്ന ഒരു കാര്യവുമുണ്ട്. ഇഷ്ടവ്യക്തിയെ മനസ്സിലോർത്ത് ഒരു ഫയൽ തിരഞ്ഞെടുക്കുക. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ ഫയലായ തത്തമ്മ പൈലായ CHയുടെ റീഡിങ്ങിലേക്ക് പോകാം. തീർച്ചയായിട്ടും അവർ നിങ്ങളോടൊരു രഹസ്യം പറയാൻ ആഗ്രഹിക്കുന്നു. അവർ നിങ്ങളോട് ഈ കാര്യം മറച്ചു വെക്കുന്നുണ്ട്. അവരുടെ മനസ്സിലതുണ്ട്, പക്ഷെ അവരത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവർ ചില കാര്യങ്ങൾ ചെയ്യുമെന്ന് നിങ്ങളോട് ഏൽക്കുന്നു, പക്ഷെ കൃത്യമായി അവർ ആ കാര്യത്തോടടുക്കുമ്പോൾ അതിൽ നിന്ന് പിന്മാറുകയാണ്. അവർ പറയും, ഇന്ന കാര്യം കൃത്യമായി ഞാൻ ചെയ്തേക്കാം, പക്ഷേ അവർ അതിൽ നിന്ന് പിന്മാറുകയാണ്. നിങ്ങൾ എത്ര നിർബന്ധിച്ചാലും അവർക്ക് കൂടി നന്മയുള്ള കാര്യങ്ങളിൽ നിന്ന് അത് ചെയ്തു തീർക്കേണ്ട സമയത്ത് അവർ പിന്മാറാൻ ശ്രമിക്കുകയാണ്. നിങ്ങളോട് പറയാത്ത ഒരു രഹസ്യം എന്ന് പറയുന്നത്, അവർക്ക് ആ കാര്യം ചെയ്യാനൊരു താല്പര്യവുമില്ല. നിങ്ങൾ നിർബന്ധിച്ചത് കൊണ്ട് മാത്രം അവർ മുന്നോട്ട് പോകുന്നതാണ്. അവരുടെ ജനിതകമായ അല്ലെങ്കിൽ അവരുടെ മുൻപേ ഉള്ള സ്വഭാവം അതുതന്നെയാണ്. അവർ നിങ്ങൾക്ക് മുമ്പിൽ ഇന്നത് ചെയ്യും എന്ന് പറയുന്നതല്ലാതെ ആ കാര്യത്തിലല്ല അവർക്ക് താല്പര്യം. അവരുടെ ആ ഒരു രീതി തന്നെ, അവർ എവിടെ നിന്ന് വന്നുവോ അല്ലെങ്കിൽ അവരുടെ തുടക്കവും എവിടെ നിന്നാണോ അവിടെയെല്ലാം അവർ ഈ കാര്യങ്ങൾ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് എന്ത് തോന്നുമെന്ന് വിചാരിച്ച് നിങ്ങളോട് നോ പറയുന്നില്ല. നിങ്ങൾക്ക് ആ കാര്യം അവർ ചെയ്ത് കാണണമെന്നും അവർ മുന്നോട്ട് പോകണമെന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിലും അവരതിലേക്ക് വരുന്നില്ല. അവരുടെ മനസ്സ് അവിടെയല്ല. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന അവിടുത്തെ അല്ല അവരുടെ മനസ്സ്. നിങ്ങൾ അവരുടെ നന്മ ഓർത്ത് നിങ്ങൾക്കൊപ്പമുള്ള ആളല്ലേ അല്ലെങ്കിൽ നിങ്ങളുടെ ആളല്ലേ എന്നുള്ള പരിഗണനയിൽ ചില കാര്യങ്ങൾ അവരോട് പറയുന്നു. പക്ഷെ അവർ നിങ്ങൾ ആവശ്യമില്ലാത്ത അധികാരങ്ങൾ അവരിൽ സ്ഥാപിക്കാൻ പോകുന്നു എന്നാണ് അവർ ചിന്തിക്കുന്നത്. അവരിലെ ആയിട്ട് ബന്ധമുള്ള ആർക്ക് ഒക്കെ നിങ്ങൾ അത്തരത്തിലുള്ള സഹായങ്ങളും ഉപദേശങ്ങളും നൽകിയപ്പോഴും നിങ്ങളുടെ ഫലം അത് തന്നെയായിരുന്നു. പക്ഷേ നിങ്ങളോടത് അവർ പറയാൻ മടി കാണിക്കുന്നു, ഒരുപക്ഷെ മറച്ചു വെക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് പറയാൻ കഴിയില്ല. അവർക്കത് പറയാൻ ആഗ്രഹമുണ്ട്, പക്ഷെ നിങ്ങൾ അവരുടെ നന്മ മാത്രം പ്രതീക്ഷിച്ച് അവരോടത് ഉപദേശിക്കുന്നു. അവരത് ചെയ്യാതിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വിഷമം ഉണ്ടാവുന്നു. ആ വിഷമം നിങ്ങൾക്ക് മാറ്റാൻ കഴിയുന്നില്ല. കാരണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാം, അവർക്ക് സന്തോഷം ഉണ്ടാകണമെങ്കിൽ, അവർക്ക് നേട്ടം ഉണ്ടാകണമെങ്കിൽ അവർ ആ കാര്യം കൃത്യമായി ചെയ്യണമെന്ന്. പക്ഷേ അവരുടെ മനോഭാവം വ്യത്യാസമാണ്. അവർ ചിന്തിക്കുന്നത് നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ്. നിങ്ങൾ ശരിയെന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ പോലും അവരത് ഉൾക്കൊള്ളാൻ പോലും തയ്യാറല്ല. അത് നിങ്ങളോട് വെട്ടിത്തുറന്ന് പറയാൻ അവരെപ്പോഴും ആഗ്രഹിക്കുന്നു. അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആ കാര്യത്തിൻ്റെ വില അറിയാതെ അവരത് എതിർക്കും, അവരതിനെ തള്ളിക്കളയും, അവരതിനാണ് ശ്രമിക്കുന്നത്. അത് ഒരു പക്ഷേ നിങ്ങളുടെ വിഷമം ഉണ്ടാവും. പക്ഷേ പിന്നീട് അവരതിൻ്റെ ഇത് മനസ്സിലാക്കി തിരിച്ചു വരുന്നവരെ നിങ്ങൾ കാത്തിരിക്കേണ്ടി വരും. അതായത് ഹൃദയ ചിഹ്നം പൈലായി സ്വീകരിച്ച ഒരു റീഡിങ്ങാണ് പറയുന്നത്. നിങ്ങൾ ഒരാളെ കൃത്യമായിട്ട് ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നു. ആ വ്യക്തിക്ക് നിങ്ങളോട് തിരിച്ചും ഇഷ്ടമുണ്ടാവുന്നു. ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോട് താല്പര്യമുണ്ട്. ആ വ്യക്തിയുടെ മനസ്സിൽ ആ വ്യക്തി നിങ്ങളെ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളുണ്ടാകുമ്പോൾ, ആ വ്യക്തി നിങ്ങളെ ഹൃദയം തുറന്ന് സ്നേഹിക്കുമ്പോൾ, നിങ്ങൾ പല ഘട്ടത്തിലും വിചാരിച്ചിട്ടുണ്ട്, ഈ വ്യക്തി തിരിച്ചു വന്ന് എന്നെ സ്നേഹിച്ചിരുന്നെങ്കിൽ. നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നത് പോലെ ആ വ്യക്തി നിങ്ങളെ തിരിച്ച് സ്നേഹിച്ചിരുന്നെങ്കിലെന്ന് ആ വ്യക്തി പലപ്പോഴായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, ഇതുവരെ ആ വ്യക്തിയുടേതായൊരു സ്നേഹം നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. ആ വ്യക്തിയുടേതായ ഒരു പരിഗണന നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കാതെ കടന്നു പോകുന്ന ചിത്രമാണ് നിങ്ങൾ ജീവിതകാലം മുഴുവനും കണ്ടുകൊണ്ടേയിരിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ പലപ്പോഴും ദുഃഖം തോന്നിയിട്ടുണ്ട്, എന്തുകൊണ്ട് എന്നെ സ്നേഹിക്കുന്നില്ല, ഞാൻ ആ വ്യക്തിയെ ഹൃദയ തുല്യമായിട്ട് സ്നേഹിക്കുമ്പോൾ എന്നെ അവഗണിക്കുന്നത് എന്തുകൊണ്ടാണ്. എന്നാൽ എപ്പോഴും നിങ്ങൾക്കൊപ്പം നിൽക്കുന്ന ആളുമാണ്, നിങ്ങളോട് സംസാരിക്കുന്ന ആളുമാണ്. പക്ഷേ നിങ്ങൾക്ക് ഒപ്പം നിൽക്കുമ്പോഴും നിങ്ങളോട് സംസാരിക്കുമ്പോഴും ആ വ്യക്തിയുടെ മനസ്സിൽ, ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങളോടുള്ളൊരു ആത്മാർത്ഥമായ ഇഷ്ടം നിങ്ങൾ അറിയേ അല്ലെങ്കിൽ നിങ്ങൾ കാണുകെ
പ്രകടിപ്പിച്ചിട്ടില്ല. അവസാനം നിങ്ങൾക്കതിലുള്ള പ്രതീക്ഷ പൂർണ്ണമായി നഷ്ടപ്പെട്ടു നിൽക്കുന്നു. ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ ഇഷ്ടമാണ്. കൃത്യമായിട്ട് ഇഷ്ടപ്പെടാനുള്ള ഒരു ആത്മാർത്ഥതയും നിങ്ങളോട് ഇതുവരെ കാണിച്ചില്ല. അതിൽ നിങ്ങൾക്ക് ദുഃഖവുമുണ്ട്. പക്ഷേ അത് നിങ്ങളോട് പ്രകടിപ്പിക്കാതിരിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ മനസ്സുകൊണ്ട് നിങ്ങളെ ഇഷ്ടമാണ്, നിങ്ങളോട് സ്നേഹമാണ്. നിങ്ങൾക്കൊപ്പം ജീവിക്കാനും നിങ്ങൾക്കൊപ്പം സമയം ചെലവഴിക്കാനൊക്കെയാണ് ആ വ്യക്തിക്ക് ഇഷ്ടം. ഒരിക്കൽ പോലും നിങ്ങളെ മാറ്റിയിട്ട്, നിങ്ങളെ ഒഴിവാക്കിയിട്ട് പോകാൻ ഒരു ഉദ്ദേശവുമില്ല. ആത്മാർത്ഥമായി നിങ്ങളെ സ്നേഹിക്കുന്ന മനസ്സുമായിട്ടാണ് ആ വ്യക്തി മുന്നോട്ട് പോകുന്നത്. അത് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. എല്ലാ ദിവസവും എല്ലാ നിമിഷത്തിലും നിങ്ങളോട് ആ സ്നേഹത്തെക്കുറിച്ച് പറയാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ആ വ്യക്തി രഹസ്യമാക്കി ഇപ്പോൾ വെച്ചിരിക്കുകയാണത്. ഇനിയും ആ വ്യക്തി തുറന്നു പറഞ്ഞില്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഒരുപാട് വിഷമം ഉണ്ടാവും. അത് ആ വ്യക്തി ചിന്തിക്കണം, മനസ്സിലാക്കണം. ഉടൻ ആ വ്യക്തി തുറന്നു പറയും. കാരണം കാര്യങ്ങൾ ഒരു എൻഡിലേക്ക് അവസാനിക്കുകയാണ്. ഇനി പറയാതെ വയ്യ, ഇനി അറിയിക്കാതെ വയ്യ, ഇനി രഹസ്യമായി സൂക്ഷിക്കാൻ ആ വ്യക്തിക്ക് കഴിയില്ല എന്നുള്ളതാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.